KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പ്രവാചകൻ നിന്ന മാതൃഭൂമി മാപ്പ് പറയണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. പത്രം തനിനിറം കാട്ടുന്നുവെന്ന് SSF. പത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ആളിക്കത്തുന്നു. സ്ത്രീകൾക്ക് ബഹുഭർതൃത്വം. കമാൽ പാഷയുടെ പരാമർശം യുക്തിക്ക് നിരക്കാത്തതെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. മെത്രാൻകായൽ കടമക്കുടി ഭൂമി നികത്തൽ ഉത്തരവുകൾ മന്ത്രിസഭായോഗം പിൻവലിച്ചു. കേരളത്തിൽ ഒഴിവുവരുന്ന ഇടതുമുന്നണിയുടെ രാജ്യസഭാ സീറ്റ് CPM-ന്. കുത്തകകൾക്ക് സുവർണകാലം. കേന്ദ്രം എഴുതിത്തള്ളുന്നത് 5.5 ലക്ഷം കോടി രൂപ. ഐഫോൺ വാങ്ങാൻ കുഞ്ഞിനെ വിറ്റയാൾക്ക് 3 വർഷം തടവ്. വാർത്തകൾ വിശദമായി. ഇസ്ലാമിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവഹേളിച്ചുകൊണ്ട് മാതൃഭൂമി പത്രത്തിൽ വന്ന കുറിപ്പ് പിൻവലിച്ച് അധികൃതർ മാപ്പ് പറയണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രവാചകരെ അപകീർത്തിപ്പെടുത്തുകയും ഇസ്ലാമിക സംസ്കാരത്തെ അവഹേളിച്ചും മാതൃഭൂമി കോഴിക്കോട് നഗരം പേജിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പുകൾ ആ പത്രത്തിന്റെ തനിനിറം തുറന്നുകാട്ടുന്നതാണെന്ന് SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി അഭിപ്രായപ്പെട്ടു. ഒരു മൈതാന കയ്യടി പ്രസംഗത്തിന്റെ തലത്തിലേക്ക് തരം താണുപോയ ന്യായാധിപന്റെ പ്രസ്താവനയുടെ ചുവട് പിടിച്ച് മാതൃഭൂമി പത്രം മെനഞ്ഞുണ്ടാക്കിയ പ്രവാചകനിന്ന തീർത്തും അപകടകരമാണ്. മാന്യമായ ഭാഷ പോലും മറന്നുള്ള പത്രത്തിന്റെ പരാമർശം മാതൃഭൂമിയുടെ നയത്തിന്റെ ഭാഗമാണോ എന്ന് ഉത്തരവാദപ്പെട്ടവർ വ്യക്തമാക്കണം. ഫാസിസത്തിന്റെ ദാസ്യപ്പണി ഏറ്റെടുക്കുന്ന മാതൃഭൂമിയുടെ ഇത്തരം പരാമർശങ്ങൾക്ക് പ്രവാചകരുടെ ഔന്നിത്യത്തെയോ ഇസ്ലാമിന്റെ ശോഭയെയോ കെടുത്താനാകില്ല. അടുത്ത കാലത്തായി മാതൃഭൂമി പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കുറിപ്പുകൾ ആരുടെ ഇംഗിതത്തിനനുസരിച്ചാണ് എന്ന് വ്യക്തമാവേണ്ടതുണ്ട്. പത്രത്തിൽ വന്ന പ്രസ്തുത കുറിപ്പിന് പരസ്യമായി മാപ്പ് അപേക്ഷിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോവുമെന്നും കേരള മുസ്ലിം ജമാഅത്ത് മുന്നറിയിപ്പ് നൽകി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, AP അബ്ദുൽ കരീം ഹാജി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, KP അബൂബക്കർ മൗലവി പട്ടുവം, KA മുഹമ്മദ് ഹാജി തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. മതനിഷേധികളും കടുത്ത ഫാസിസ്റ്റുകളും പോലും ചെയ്യാൻ മടിക്കുന്ന 6 വഷളൻ പ്രവൃത്തിയാണ് പത്രം നടത്തിയിരിക്കുന്നതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് വ്യക്തമാക്കി. സ്ത്രീത്വവാദിയായി നല്ല പിള്ള ചമയാൻ കമാൽ പാഷ നടത്തിയ അബദ്ധജടിലമായ പ്രസംഗത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ആരോ എഴുതിവിട്ട കുറിപ്പ് സനാതന പത്രത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവർ വിലാസം പോലുമില്ലാതെ പ്രസിദ്ധീകരിച്ചത് ആരുടെ താൽപര്യ സംരക്ഷണത്തിനു വേണ്ടിയാണെന്നറിയാൻ സമൂഹത്തിന് താൽപര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് വിരുദ്ധമായി സോഷ്യൽ മീഡിയകളിൽ വന്ന ഒരു വരി പോലും പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവാതിരുന്നത് മാതൃഭൂമിയുടെ ഉള്ളിലിരിപ്പ് വ്യക്തമാക്കുന്നതാണ്. മാതൃഭൂമി കുറച്ചുകാലങ്ങളായി തുടരുന്ന സാമ്രാജ്യത്വ, സയണിസ്റ്റ്, ഫാസിസ്റ്റ് ദാസ്യത്തിന്റെ തുടർച്ചയാണ് ഈ നടപടിയെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ലെന്ന് SSF അഭിപ്രായപ്പെട്ടു. ജസ്റ്റിസ് കമാൽ പാഷയുടെ അബദ്ധജടിലമായ പ്രസ്താവനയുടെ ചുവട് പിടിച്ച് പ്രവാചകരെ അവഹേളിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാകില്ല. മാതൃഭൂമി പത്രത്തിന്റെ പോളിസിയുടെ ഭാഗമാണോ ഈ കുറിപ്പ് പ്രസിദ്ധീകരിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ വ്യക്തമാക്കണം. ഫേസ്ബുക്കിൽ നിന്നുള്ള പോസ്റ്റ് പ്രസിദ്ധീകരിക്കുക മാത്രമേ ചെയ്തുള്ളൂവെന്നാണ് മാതൃഭൂമി കോഴിക്കോട് ഓഫീസിൽ വിളിച്ചപ്പോൾ ലഭിച്ച മറുപടി. FB പോസ്റ്റ് ആരുടേതെന്ന് പത്രത്തിൽ കൊടുത്തിട്ടുമില്ല. ആ നിലക്ക് മാതൃഭൂമി ഡെസ്കിലുള്ള ആരുടെയോ മനോവൈകൃതമാണ് വെളിച്ചം കണ്ടത് എന്ന ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കമാൽ പാഷയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്ലാമിക പക്ഷത്തുനിന്ന് ഒട്ടേറെ പേർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിലൊന്നുപോലും പ്രസിദ്ധീകരിക്കാതെ ഇസ്ലാമിനെയും പ്രവാചകരെയും അവഹേളിക്കുന്ന കുറിപ്പുകൾ മാത്രം തിരഞ്ഞെടുത്തത് എന്തിനെന്ന ചോദ്യത്തിന് മാതൃഭൂമിയിൽ നിന്ന് മറുപടിയുണ്ടായില്ല. ഇത്തരം വിമർശനങ്ങൾക്ക് ഇസ്ലാമിന്റെയോ പ്രവാചകരുടെയോ ശോഭ കെടുത്താനാകില്ല. കേരളത്തിൽ സാമുദായിക വികാരം ആളിക്കത്തിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ആരുടെയെങ്കിലും ഗൂഢനീക്കത്തിന്റെ ഭാഗമാണോ ഇതെന്ന് സംശയിക്കേണ്ടതുണ്ട്. പത്രത്തിന്റെ പോളിസിയുടെ ഭാഗമല്ല ഈ കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചതെങ്കിൽ തിരുത്താൻ മാതൃഭൂമി മാന്യത കാട്ടുമെന്നാണ് SSF പ്രതീക്ഷിക്കുന്നതെന്നും പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി പറഞ്ഞു. മാതൃഭൂമി പത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. പത്രം കത്തിച്ചും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് പ്രതിഷേധം ഇരമ്പുന്നത്.
മാതൃഭൂമി പത്രത്തിന്റെ നീചവും നികൃഷ്ടവുമായ പ്രവാചക വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെയും ഇസ്ലാമിക വിരുദ്ധ നിലപാടുകൾക്കെതിരെയും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രതിഷേധയോഗം സംഘടിപ്പിക്കുന്നു. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ പ്രമുഖർ പങ്കെടുക്കും. സ്ത്രീകൾക്ക് ബഹുഭർതൃത്വം ആകാമെന്ന ജസ്റ്റിസ് കമാൽ പാഷയുടെ പരാമർശം യുക്തിക്ക് നിരക്കാത്തതാണെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുകയെന്നും കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പ് അഭിപ്രായപ്പെട്ടു. പുരുഷന്മാർക്ക് 4 ഭാര്യമാർ ആകാമെങ്കിൽ ഭാര്യയ്ക്ക് എന്തുകൊണ്ട് 4 ഭർത്താക്കന്മാർ ആയിക്കൂടാ എന്ന അബദ്ധജടിലമായ പരാമർശമാണ് കമാൽ പാഷ നടത്തിയത്. ഇതിന് നമ്മുടെ മത മേലധ്യക്ഷന്മാർക്ക് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റും. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്ന് പറയുന്നില്ലേ? 4 ഭാര്യയെ ഒരു പുരുഷന് കൊണ്ടു നടക്കാമെങ്കില് ഒരു പെണ്ണിന് എന്തുകൊണ്ട് 4 ഭർത്താക്കന്മാരെ കൊണ്ടു നടന്നുകൂടാ എന്ന് പറയുന്നില്ലേ? 4 ഭാര്യയെ ഒരു പുരുഷന് കൊണ്ടു നടക്കാമെങ്കില് ഒരു പെണ്ണിന് എന്തുകൊണ്ട് 4 ഭർത്താക്കന്മാരെ കൊണ്ടു നടന്നുകൂടാ? 4 ഭാര്യയെ ഒരു പുരുഷന് കൊണ്ടു നടക്കാമെങ്കില് ഒരു പെണ്ണിന് എന്തുകൊണ്ട് 4 ഭർത്താക്കന്മാരെ കൊണ്ടു നടന്നുകൂടാ? നീതിപീഠത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് പിന്മാറണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ KM റഹീം ഉദ്ഘാടനം ചെയ്തു. മെത്രാൻ കായൽ നികത്തൽ, കടമക്കുടി ഭൂമി നികത്തൽ ഉത്തരവുകൾ മന്ത്രിസഭ പിൻവലിച്ചു. ഉത്തരവുകൾ വിവാദമായ സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. മെത്രാൻ കായൽ ഇക്കോ ടൂറിസം, കടമക്കുടി മെഡിസിറ്റി പദ്ധതികൾക്ക് ബാധകമായിരിക്കും ഉത്തരവ്. മെത്രാൻ കായൽ നികത്താൻ അനുമതി നൽകിയ സർക്കാർ തീരുമാനം ഹൈക്കോടതി ഇന്നലെ തടഞ്ഞിരുന്നു. വിനോദസഞ്ചാര പദ്ധതിക്കായി കായൽ നികത്തുന്നത് ചോദ്യം ചെയ്ത് വടവുകാട് സ്വദേശി MJ അലക്സാണ്ടർ നൽകിയ ഹർജി ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ഫയലിൽ സ്വീകരിച്ചു. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിന് വിധേയമായി മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. കോർപ്പറേറ്റുകൾക്ക് ഇത് സുവർണകാലം. നികുതി ഇനത്തിൽ കേന്ദ്രം എഴുതിത്തള്ളുന്നത് 5.5 ലക്ഷം കോടി രൂപ. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയിലെ വാണിജ്യ വ്യവസായ കുത്തകകൾക്ക് ഇത് സുവർണകാലം. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ച ബജറ്റിൽ നികുതി ഇനത്തിൽ കോർപ്പറേറ്റുകൾക്ക് നൽകിയ ഇളവ് 5.5 ലക്ഷം കോടി രൂപ കവിയും. കഴിഞ്ഞ വർഷം നൽകിയ ഇളവിനേക്കാൾ 1.5 ലക്ഷം കോടി അധികമാണിത്. 2005-2006 ശേഷമുള്ള ദശാബ്ദത്തിൽ UPA NDA മുന്നണികൾ നൽകിയ നികുതി ഇളവ് 42 ലക്ഷം കോടി രൂപയിലധികമാണ്. വ്യാവസായിക വളർച്ചയ്ക്ക് നൽകുന്ന ഇളവുകൾ എന്ന ഓമനപ്പേരിൽ സബ്സിഡി നൽകിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന സൂത്രം ധനമന്ത്രി ഈ വർഷം കുറെ കൂടി കുറ്റമറ്റതാക്കി. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കു വേണ്ടി 3801 കോടി രൂപ മാറ്റിവെക്കുന്നുവെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ ജെയ്റ്റ്ലി നേരിട്ടുള്ള ആദായ നികുതി ഇളവ് 68,711 കോടി രൂപയാണെന്ന കാര്യം ഊന്നി പറഞ്ഞില്ല. കൃഷിക്കും കർഷകർക്കും നൽകുന്ന സഹായത്തിന്റെ ഇരട്ടിയാണിത്. കർഷകരുടെ ബജറ്റെന്ന് ചാനൽ ആങ്കർമാർ കൊട്ടിഘോഷിക്കുന്നതിന് ഇടയിലായിരുന്നു ഈ കോർപ്പറേറ്റ് കൊള്ള. മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിലെ ഡോളർ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ 25% വർധനമുണ്ടായി. കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ അവരുടെ മൊത്തം ആസ്തി 30,800 കോടി ഡോളറായി വർദ്ധിച്ചെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ചെയ്യുന്നതുപോലെ 25% വർധനവിന് മാത്രം 30% നികുതി ചുമത്തിയിരുന്നുവെങ്കിൽ ഖജനാവിലേക്ക് 1,22,744 കോടി രൂപയുടെ അധിക വരവ് ഉണ്ടാവുമായിരുന്നു. ആഡംബര വസ്തുക്കളുടെ മേലുള്ള നികുതി ഇളവ് കൊണ്ട് മാത്രം ഒരു ദശാബ്ദത്തിനുള്ളിൽ 4,60,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ഇത് കാർഷിക മേഖലയ്ക്ക് ഈ വർഷം നൽകിയ തുകയുടെ 13 ഇരട്ടിയാണ്. ഇതിനെയൊന്നും സബ്സിഡി എന്ന് വിളിക്കാത്തതുകൊണ്ട് നീതി ആയോഗിലെ ധനശാസ്ത്ര വിദഗ്ധർ വിമർശനവുമായി രംഗത്തു വന്നിട്ടില്ല. 2005-2006 തൊട്ട് കോർപ്പറേറ്റ് മേഖലയ്ക്ക് നൽകിയ സൌജന്യങ്ങൾ കൊണ്ട് മാത്രം തൊഴിലുറപ്പ് പദ്ധതി 1 നൂറ്റാണ്ട് തുടർച്ചയായി നടത്താൻ കഴിയുമെന്ന് കണക്കാക്കപ്പെടുന്നു. KMIC ന്യൂസിനു വേണ്ടി കരീമേലംകുളം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതി പാസായി. 61-നെതിരെ 94 വോട്ടുകൾക്കാണ് ഗുലാം നബി ആസാദ് അവതരിപ്പിച്ച ഭേദഗതി പാസായത്. നന്ദി പ്രമേയം ഏകകണ്ഠമായി പാസാക്കാൻ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. കേരളത്തിൽ ഒഴിവുവരുന്ന ഇടതുമുന്നണിയുടെ രാജ്യസഭാ സീറ്റിൽ CPM തന്നെ മത്സരിക്കും. CPM-CPI ചർച്ചയിൽ ഇത് സംബന്ധിച്ച് ധാരണയായി. അടുത്ത തവണ ഒഴിവുവരുന്ന സീറ്റ് CPIക്ക് നൽകാമെന്നാണ് ധാരണ. CPM-ലെ K. സോമപ്രസാദ് ആയിരിക്കും സ്ഥാനാർത്ഥിയെന്നാണ് സൂചന. പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന സെക്രട്ടറിയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ K. സോമപ്രസാദ്. AK ആന്റണി, KN ബാലഗോപാൽ, TN സീമ എന്നിവർ വിരമിക്കുന്നത് മൂലമാണ് രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്നത്. നിയമസഭയിലെ കക്ഷിനിലയനുസരിച്ച് UDF-ന് 2 സീറ്റിലും LDF-ന് 1 സീറ്റിലുമാണ് വിജയസാധ്യത.
ഓൺലൈൻ വഴി ഐഫോൺ വാങ്ങാൻ കുഞ്ഞിനെ വിറ്റയാൾക്ക് 3 വർഷം തടവ്. ഐഫോൺ വാങ്ങാൻ സ്വന്തം കുഞ്ഞിനെ വിറ്റയാൾക്കാണ് ചൈനീസ് കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ചൈനയിലെ ഫുജിയാൻ പ്രവിശ്യയിലെ തൊങ്കാനിലാണ് സംഭവം. എദുവാൻ എന്നയാളാണ് 18 ദിവസം പ്രായമായ കുഞ്ഞിനെ വിൽക്കാനുണ്ടെന്ന് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്തത്. ഏകദേശം 23,000 യുവാനാണ് ഇയാൾ കുഞ്ഞിന് വില കാണിച്ചിരിക്കുന്നതെന്ന് ഔദ്യോഗിക മാധ്യമമായ പീപ്പിൾസ് ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നു. പണമുപയോഗിച്ച് ഐഫോണിനെ കൂടാതെ മോട്ടോർ ബൈക്കും വാങ്ങാൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നു. കുഞ്ഞിന്റെ മാതാവ് നിരവധി പാർട്ട് ടൈം ജോലികൾ ചെയ്തിരുന്നെങ്കിലും പിതാവ് ഏത് സമയവും ഇന്റർനെറ്റ് കഫേയിൽ തന്നെ ചെലവഴിക്കുന്ന ആളായിരുന്നെന്നും പേര് വ്യക്തമാക്കാത്ത ഒരാളുടെ സഹോദരിക്കാണ് കുഞ്ഞിനെ വിറ്റതെന്നുമാണ് എപ്പോക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. UAEയിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് ജനജീവിതം താറുമാറായി. റോഡ്, വ്യോമഗതാഗതം താറുമാറായി. അബുദാബി വിമാനത്താവളം അടച്ചു. കാറുകളും വാഹനങ്ങളും കനത്ത മഴയിലെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി. വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അബുദാബിയിലെ മുഴുവൻ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരുന്നു. ദുബൈയിലെ സ്കൂളുകൾ നേരത്തെ ക്ലാസുകൾ അവസാനിപ്പിച്ചു. അബുദാബിയിലാണ് മഴ കൂടുതൽ ശക്തിയായി പെയ്തത്. അബുദാബിയിൽ മുസഫ, ഖലീഫ സിറ്റി, ബനിയാസ്, ഷഹാമ മേഖലകളിൽ ദിവസങ്ങളായി മഴ തുടരുകയാണ്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടിച്ചുണരാം നമുക്കു ഗതിവേഗം, അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സാരഥികൾക്ക് ഈ മാസം 26-ന് മഞ്ചേരിയിൽ പൌരസ്വീകരണം സംഘടിപ്പിക്കുന്നു. ഈ മാസം 20-ന് മുമ്പായി ജില്ലയിലെ 20 സോണുകളിലും എക്സിക്യൂട്ടീവ് ക്യാമ്പുകൾ നടത്താനും യൂണിറ്റുകളിൽ തെർബിയ സംഗമങ്ങൾ സംഘടിപ്പിക്കാനും പദ്ധതികൾ ആവിഷ്കരിച്ചു. മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ മുസ്ലിം ജമാഅത്ത് കർമ്മവീതിയിൽ എന്ന വിഷയം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും പദ്ധതി ചർച്ച സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസിയും അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് VP ഹബീബ് കോയത്തങ്ങൾ, മൊയ്തീൻകുട്ടി ബാക്കവി പൊന്മള, അബൂ ഹനീഫൽ ഫൈസി തെന്നല, മനരിക്കൽ അബ്ദുറഹ്മാൻ ഹാജി, വടശ്ശേരി ഹസൻ മുസ്ലിയാർ, ബാവഹാജി തലക്കടത്തൂർ തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ SJM സംസ്ഥാന സാരഥികളായ സയ്യിദ് അലി ബാഫഖ് തങ്ങൾ പ്രസിഡന്റ്, അബൂ ഹനീഫൽ ഫൈസി തെന്നല ജനറൽ സെക്രട്ടറി, BPM ഫൈസി വല്യാപ്പള്ളി ട്രഷറർ എന്നിവർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് നടന്ന സംസ്ഥാന കൌൺസിലിലാണ് 2016-19 വർഷത്തേക്കുള്ള സംസ്ഥാന സമിതിയെ തിരഞ്ഞെടുത്തത്. ഫറൂഖ് മണ്ണൂരിലെ ലക്ഷം വീട് കോളനിയിൽ ദുരിതമനുഭവിക്കുന്ന ഒരു മുത്തഅല്ലിമും 2 പെൺകുട്ടികളും അടങ്ങുന്ന മൈമൂനയുടെ കുടുംബത്തിന് കൈത്താങ്ങായി വാട്സപ്പ് ഗ്രൂപ്പും. വിവിധ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന SYS, SSF, മുസ്ലിം ജമാഅത്ത്, ICF, RSC പ്രവർത്തകരടങ്ങുന്ന അജ്മീർ പൂന്തോപ്പ് എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ് മൈമൂനയുടെ കുടുംബത്തിന് സഹായഹസ്തം നൽകുന്നത്. 1.5 ലക്ഷത്തോളം രൂപയാണ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി സ്വരൂപിച്ച് നൽകിയത്. ഗ്രൂപ്പ് അഡ്മിൻ മുഹമ്മദ് മുസ്ലിയാർ മൊറയൂർ, തബൂക്ക് ICF പ്രവർത്തകരായ അബ്ദുള്ള സഖാഫി പന്നിപ്പാറ, അമീർ ചോക്ലി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫണ്ട് സ്വരൂപിച്ചത്. ത്വാഹ ഫൈസി കണ്ണൂർ, അബൂബക്കർ സഖാഫി കാരാട് എന്നിവർ ചേർന്ന് മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് കമ്മിറ്റി മുഖേന തുക മൈമൂനയുടെ കുടുംബത്തിന് കൈമാറി. കുവൈത്ത് സിറ്റിയിൽ മാസം തോറും നടത്തിവരാറുള്ള ഖുർത്തുബ ദിക്ർ സ്വലാത്ത് മജ്ലിസ് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സിറ്റിയിലെ KPTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് പാരഗൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. ICF നാഷണൽ പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും. നാഷണൽ എക്സിക്യൂട്ടീവ് സയ്യിദ് സൈദലവി സഖാഫി മഷ്ഹൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും.
സെൻട്രൽ ഉപാധ്യക്ഷന്മാരായ മായിൻ സഖാഫി, മമ്മു മുസ്ലിയാർ, മറ്റ് പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാചകൻ നിന്ന മാതൃഭൂമി മാപ്പ് പറയണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. പത്രം തനിനിറം കാട്ടുന്നുവെന്ന് SSF. പത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ആളിക്കത്തുന്നു. സ്ത്രീകൾക്ക് ബഹുഭർതൃത്വം. കമാൽ പാഷയുടെ പരാമർശം യുക്തിക്ക് നിരക്കാത്തതെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. മെത്രാൻകായൽ കടമക്കുടി ഭൂമി നികത്തൽ ഉത്തരവുകൾ മന്ത്രിസഭായോഗം പിൻവലിച്ചു. കുത്തകകൾക്ക് സുവർണകാലം. കേന്ദ്രം എഴുതിത്തള്ളുന്നത് 5.5 ലക്ഷം കോടി രൂപ. കേരളത്തിൽ ഒഴിവുവരുന്ന ഇടതുമുന്നണിയുടെ രാജ്യസഭാ സീറ്റ് CPM-ന്. ഐഫോൺ വാങ്ങാൻ കുഞ്ഞിനെ വിറ്റയാൾക്ക് 3 വർഷം തടവ്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.